ഇനി നമുക്ക് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസസ് എന്ന് പറയുന്നത് ഫ്രം ദ പാർട്ട് ഓഫ് സെല്ലർ ആണെങ്കിൽ ടു ഡെലിവർ ദ ഗുഡ്സ്, ദെൻ ബയ്യറിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ അക്സെപ്റ്റ് ദാറ്റ് ഗുഡ്സ് ആൻഡ് പേ ഫോർ ഇറ്റ്. സെക്ഷൻ 31 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ടോപ്പിക്കിൻ്റെ കീഴിൽ കൂടുതലും പറയാനുള്ളത് സെല്ലറിൻ്റെ പെർഫോമൻസ് ആയ ഡെലിവറി ഓഫ് ഗുഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ സെക്ഷൻ 2(2) ആണ് ഡെലിവറി ഓഫ് ഗുഡ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് സേസ് വോളണ്ടറി ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. സെല്ലർ സ്വമേധയാ ഗുഡ്സിൻ്റെ പൊസഷൻ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അതാണ് ഡെലിവറി ഓഫ് ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റൂൾസ് റിഗാർഡിംഗ് ഡെലിവറി എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഡെലിവറി അക്കോർഡിംഗ് ടു കോൺട്രാക്റ്റ്. സെല്ലർ ആൻഡ് ബയർ എൻറ്റർ ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റിൽ എങ്ങനെയാണോ ഡെലിവറി ഓഫ് ഗുഡ്സ് പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ വേണം സെല്ലർ ഡെലിവറി നടത്താൻ. കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാകും അബൌട്ട് ദ ടൈം, പ്ലേസ് ആൻഡ് മാനർ ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് ദ സെല്ലർ ഈസ് ബൗണ്ട് ടു ഒബ്സർവ് ദ സെയിം. ഇനി സെക്കൻഡ് വൺ ടൈം ഓഫ് ഡെലിവറിനെ കുറിച്ച് സെക്ഷൻ 32 പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഓഫ് ഡെലിവറി ആർ കൺകറൻറ്റ് കണ്ടീഷൻ എന്ന്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ റെസിപ്രോക്കൽ പ്രോമിസ് എന്ന്. ബയർ പ്രൈസ് തരാൻ റെഡി ആകുമ്പോഴേക്കും സെല്ലറും ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ റെഡി ആൻഡ് വില്ലിംഗ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് തിങ് അബൌട്ട് ഡെലിവറി എന്ന് പറഞ്ഞാൽ ബയേഴ്സ് ഡ്യൂട്ടി ടു അപ്ലൈ ഫോർ ഡെലിവറി. ആസ് പെർ സെക്ഷൻ 35 ബയ്യർ എനിക്ക് ഗുഡ്സ് കൊണ്ട് തരൂ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതെ സെല്ലറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യണം എന്നില്ല എന്നതാണ് ജനറൽ റൂൾ. എന്നാൽ ഇതിന് കോൺട്രറി ആയിട്ടൊരു എക്സ്പ്രസ് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ ദിസ് റൂൾ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ബട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞു, ബട്ട് ഒരു എക്സാക്ട് ടൈം ഓർ ഡേറ്റ് പറഞ്ഞില്ല എങ്കിൽ സെല്ലർ ഈസ് ബൗണ്ട് ടു സെൻഡ് ദം വിത്തിൻ എ റീസണബിൾ ടൈം. സാഹു ആൻഡ് കമ്പനി വേഴ്സസ് ശ്രീ വിജയ് കുമാർ കേസിൽ കോർട്ട് സെഡ് ദാറ്റ് ഫെയിലിയർ ടു സപ്ലൈ വിത്തിൻ റീസണബിൾ ടൈം വിൽ എമൗണ്ട് ടു എ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. ഇനി അടുത്തത് പ്ലേസ് ഓഫ് ഡെലിവറിനെ കുറിച്ചാണ്. കോൺട്രാക്റ്റിലെ പ്ലേസ് ഓഫ് ഡെലിവറി എവിടെയാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വെച്ചാണ് ഗുഡ്സ് സോൾഡ് ചെയ്യുന്നത്. എന്നാൽ ആസ് പെർ സെക്ഷൻ 36(1) കോൺട്രാക്റ്റിലെ പ്ലേസ് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് ദ പ്ലേസ് വേർ ദ ഗുഡ്സ് ആർ അറ്റ് ദ ടൈം ഓഫ് സെയിൽ ആയിരിക്കും. ഇൻ കേസ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ് ആണെങ്കിൽ പ്ലേസ് ഓഫ് ഡെലിവറി ഈസ് അറ്റ് ദ പ്ലേസ് വിച്ച് ദേ ആർ മാനുഫാക്ചേർഡ് ഓർ പ്രൊഡ്യൂസ്ഡ്. അടുത്ത ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട റൂള് പറയുന്നത് എക്സ്പെൻസസ് ഓഫ് ഡെലിവറിനെ കുറിച്ചാണ്. എക്സ്പെൻസസിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് സെല്ലർ ആൻഡ് ബയർ ഡിസൈഡ് ചെയ്തിട്ടില്ല എങ്കിൽ സെക്ഷൻ 36(5) പ്രകാരം ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിൽ എത്തിക്കാനുള്ള ഇൻസിഡൻറ്റൽ എക്സ്പെൻസസ് സെല്ലർ വഹിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ഡെലിവറി ഓഫ് റോങ് ക്വാണ്ടിറ്റീനെ കുറിച്ചാണ്. സെക്ഷൻ 37 ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 37(1) പറയുന്നത് ഷോർട്ട് ഡെലിവറിനെ കുറിച്ചാണ്. പറഞ്ഞതിലും കുറവ് ഗുഡ്സാണ് സെല്ലർ ഡെലിവറി ചെയ്തത് എങ്കിൽ ബയർ ക്യാൻ റിജക്ട് ദോസ് ഗുഡ്സ്. സുരേഷ് കുമാറിൻ്റെ കേസിൽ ബയർ ഓർഡർ ചെയ്തത് 16,000 kg ഗുഡ്സ് ആയിരുന്നു. അതിലൊരു 522 kg ഷോർട്ടേജ് വന്നു. ഹിയർ കോർട്ട് അപ്ലൈ ഡി മിനിമൈസ് റൂൾ. ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോൾ ഷോർട്ടേജ് വന്നത് ഒരു ചെറിയൊരു എമൗണ്ട് അല്ലേ ഉള്ളൂ. സോ buyer would not be justified in rejecting the goods even under section 37(1) of the Sale of Goods Act എന്ന് പറഞ്ഞു. ഇനി ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ബയ്യറിന് കോൺട്രാക്റ്റിൽ പറഞ്ഞ അത്രയും ഗുഡ്സ് മാത്രം എടുത്തിട്ട് ബാക്കി റിജക്റ്റ് ചെയ്യാം, ഓർ ഹോൾ ഗുഡ്സും റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എക്സസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ എമൗണ്ട് ആണ് കമ്പയർ ടു ദ ടോട്ടൽ ക്വാണ്ടിറ്റി എങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഡെലിവറി ചെയ്തത് മിക്സഡ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 37(3) അതിനെക്കുറിച്ച് പറയുന്നത്. കോൺട്രാക്ട് ഓഫ് സെയിലിൽ പറഞ്ഞ ഗുഡ്സ് വേറെ ഗുഡ്സുമായിട്ട് മിക്സായി വന്നാൽ ബയ്യറിന് വേണമെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഗുഡ്സ് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കി റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് ഗുഡ്സ് റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിക്കോൾസൺ വേഴ്സസ് ബ്രാഡ്ഫീൽഡിൻ്റെ കേസിൽ ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് കോളായിരുന്നു. സെല്ലർ കൊടുത്തതിൽ ഹാഫ് കോള് കോൺട്രാക്റ്റിൽ പറഞ്ഞ ക്വാളിറ്റിയിലുള്ള കോളായിരുന്നു, ബാക്കി ഹാഫ് ഡിഫറെൻറ്റ് ക്വാളിറ്റിയിലുള്ള കോളുമായിരുന്നു. പക്ഷേ ഇത് മിക്സ് ചെയ്തിട്ടായിരുന്നു വന്നത്. ഇവിടെ ബയ്യർ ക്യാൻ റിജക്ട് ദ ഹോൾ ഗുഡ്സ്. അല്ലാണ്ട് ഇങ്ങനെ ഏതൊക്കെയാണ് കോൺട്രാക്റ്റിൽ പറഞ്ഞ ക്വാളിറ്റി ഉള്ളത് ഏതൊക്കെയാണ് അല്ലാത്തത് ഒക്കെയാണെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട കാര്യം ഇവിടെ ബയ്യറിനില്ല. ഹി ക്യാൻ റിജക്ട് ദ ഹോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു. ഇനി ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ് ആണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സെക്ഷൻ 38 പറയുന്നുണ്ട്. കോൺട്രാക്റ്റിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറീസ് എഗ്രി ചെയ്തിട്ടില്ല എങ്കിൽ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ ഇൻസ്റ്റാൾമെൻറ്റ്.
റിച്ചാർഡ്സൺ വേഴ്സസ് ജൂണിൻ്റെ കേസിൽ ഇവിടെ ആസ് പെർ കോൺട്രാക്ട് 200 to 300 ടൺ ഓഫ് കോൾസിൻ്റെ സെയിലാണ് എഗ്രി ചെയ്തിരുന്നത്. ദെൻ സെല്ലറിന് ഒരു 152 ടൺ മാത്രം സെൻഡ് ചെയ്തിട്ട് ബയറിനെ അത് ഇൻഫോം ചെയ്തു. ബയർ അതിന് ഒന്ന് റിപ്ലൈ കൊടുത്തില്ല. സോ മൗനം സമ്മതം എന്ന് പറയുന്ന പോലെ കോർട്ട് ഹെൽഡ് ദാറ്റ് ബയർ ഇംപ്ലൈഡ്ലി അസെൻഡഡ് ടു ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി. അതുകൊണ്ട് ഈ ഡെലിവറി റിജക്റ്റ് ചെയ്തതായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ദെൻ ഇനി ഡെലിവറി ടു കാരിയർ ഓർ വാർഫിംഗർ, സെക്ഷൻ 39 ക്ലോസ് 1 and 2 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഗുഡ്സ് ബയറിന് കൊടുക്കാൻ വണ്ടിയിൽ കൊടുത്തു വിടുക, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് കീപ്പ് ചെയ്യാനായിട്ടൊരു കീപ്പറിനെ ഏൽപ്പിക്കുക, ഒരു സൂക്ഷിപ്പുകാരനെ ഏൽപ്പിക്കുമല്ലോ. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് പ്രകാരം അങ്ങനെ ഏൽപ്പിച്ചാൽ അത് ബയ്യറിന് ഗുഡ്സ് ഡെലിവറി ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ സെല്ലർ ആൻഡ് ബയ്യർ എഗ്രി ചെയ്തിരിക്കുന്നത് ഡെലിവറി ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വേണം എന്നാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബയ്യറിൻ്റെ മില്ലിൽ കൊണ്ട് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പ്ലേസിൽ തന്നെ ഡെലിവറി നടത്തിയാൽ മാത്രമേ ഗുഡ്സ് ബയ്യറിന് ഡെലിവറി ചെയ്തു എന്ന് പറയാൻ പറ്റൂ. ഇനി ഈ കാരിയർ ഓർ കീപ്പർ എന്ന് പറയുന്നത് ഏജൻറ്റ് ഓർ സെർവൻറ്റ് ഓഫ് സെല്ലർ ആണെങ്കിൽ ഡെലിവറി ടു സച്ച് എ കാരിയർ മേ നോട്ട് എമൗണ്ട് ടു ഡെലിവറി ടു ദ ബയ്യർ. അടുത്തത് പറയുന്നത് ഡ്യൂട്ടി ഓഫ് സെല്ലർ വെൻ ഗുഡ്സ് ആർ സെൻഡ് ബൈ എ റൂട്ട് ഇൻവോൾവിങ് സീ ട്രാൻസിറ്റ്, സെക്ഷൻ 39 ക്ലോസ് 3 പറയുന്നത്. സെല്ലർ ബയ്യറിന് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ അതിൽ സീ ട്രാൻസിറ്റ്, അതായത് കടൽ മാർഗ്ഗമൊക്കെ അയക്കുമല്ലോ, അങ്ങനെയൊരു സീ ട്രാൻസിറ്റ് ഉണ്ടെങ്കിൽ കോൺട്രാക്റ്റിന് ചില കാര്യങ്ങൾ കൂടി നോക്കണം. സോ സീ റൂട്ട് വഴി വരുന്ന ഗുഡ്സ് എപ്പോഴും ഇൻഷുർ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അത് ആര് ചെയ്യണം എന്നത് ആ കോൺട്രാക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സീ ട്രാൻസിറ്റ് വരുന്ന കോൺട്രാക്റ്റിനെ മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് CIF കോൺട്രാക്റ്റ്, ഒന്ന് FOB കോൺട്രാക്റ്റ്. CIF കോൺട്രാക്റ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ് എന്നതാണ്. ഈ കോൺട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെല്ലർ തന്നെയാണ് ഗുഡ്സ് ഫ്രൈറ്റിൽ കയറ്റുന്നതിൻ്റെയും അതുപോലെ ഫ്രൈറ്റിൻ്റെ എക്സ്പെൻസസും ഇൻഷുറൻസിൻ്റെ എക്സ്പെൻസസും എല്ലാം വഹിക്കേണ്ടത്. എന്നിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സ് ബയ്യറിന് ട്രാൻസ്ഫർ ചെയ്യണം സെല്ലർ. ദെൻ ഡോക്യുമെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ബയ്യർ ഹാസ് ടു പേ ഫസ്റ്റ്, ദെൻ ടേക്ക് ദ ഡെലിവറി. But buyer can reject the goods if they are not according to the contract. ഇനി അടുത്തത് FOB കോൺട്രാക്റ്റ് ആണ്, ഫ്രീ ഓൺ ബോർഡ്. ഇവിടെ സെല്ലറിൻ്റെ ഡ്യൂട്ടി ഈസ് ടു പുട്ട് ദ ഗുഡ്സ് ഓൺ ബോർഡ് അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസസ്. അപ്പോൾ ഗുഡ്സ് ബോർഡ് ചെയ്താൽ പിന്നെ ഗുഡ്സിൻ്റെ ഓണർഷിപ്പും റിസ്ക്കും ബയ്യറിന് പാസ് ചെയ്യപ്പെടും. പക്ഷേ ഗുഡ്സ് ബോർഡ് ചെയ്ത ഉടനെ ബയ്യറിന് ഇത് സെല്ലറെ നോട്ടിഫൈ ചെയ്യണം. നോട്ടിഫൈ ചെയ്തില്ലെങ്കിൽ ഗുഡ്സ് വിൽ ബി അറ്റ് ദ റിസ്ക് ഓഫ് സെല്ലേഴ്സ് റിസ്ക്. സെല്ലറിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ ബയ്യർ വേണം ഗുഡ്സ് ഇൻഷുർ ചെയ്യാനായിട്ട്. ഇനി ഡെലിവറിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു റൂളാണ് ഡീറ്ററിയോറേഷൻ ഡ്യൂറിങ് ട്രാൻസിറ്റ്, സെക്ഷൻ 40 അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ മുന്നേ കണ്ടതാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഒപ്പം റിസ്ക്കും ബയ്യറിന് ട്രാൻസ്ഫർ ആകുന്നത്. ബട്ട് ആൻ എക്സെപ്ഷൻ ടു ദിസ് റൂൾ ഇസ് വെർ ഗുഡ്സ് ആർ ഡെലിവേർഡ് അറ്റ് എ ഡിസ്റ്റൻറ്റ് പ്ലേസ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെല്ലർ അയാളുടെ റിസ്കിൽ ഗുഡ്സ് ബയ്യറിന് ദൂരെയുള്ളൊരു സ്ഥലത്ത് ഡെലിവറി ചെയ്യാമെന്ന് പറയുന്നു. ഈ സിറ്റുവേഷനിൽ ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്യുന്ന ടൈമിൽ ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഡീറ്ററിയോറേഷൻ ഗുഡ്സിനുണ്ടായാൽ ബയ്യർ നീഡ്സ് ടു ബെയർ ദാറ്റ് റിസ്ക് അൺലെസ് അതർവൈസ് അഗ്രീഡ്. ബുൾ വേഴ്സസ് റോബിൻസണിൽ ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ട് സെല്ലർ സ്റ്റഫോർഡ്ഷയർ ടു ലിവർപൂൾ വരെ വന്നു. ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ അയണിൽ കുറച്ച് തുരുമ്പ് പിടിച്ചു. ഹിയർ കോർട്ട് ഹെൽഡ് ദാറ്റ് സിൻസ് ദ റസ്റ്റിംഗ് ഓഫ് ദ അയൺ വാസ് നെസസറിലി ഇൻസിഡൻറ്റൽ ടു ദ കോഴ്സ് ഓഫ് ട്രാൻസിറ്റ്, സോ ദ ബയ്യർ കുഡ് നോട്ട് റിജക്ട് എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ബയ്യർ റൈറ്റ് ടു എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ്, സെക്ഷൻ 41 ഇതിനെക്കുറിച്ച് പറയുന്നത്. ബയ്യർ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ബയ്യർ സ്റ്റിൽ ഹാസ് ദ റൈറ്റ് ഓഫ് എക്സാമിനിങ് ദ ഗുഡ്സ് ഓൺ ദർ അറൈവൽ. അപ്പോൾ സെക്ഷൻ 41 ക്ലോസ് 1 സെല്ലർക്ക് ഒരു ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യുവാണ്. ബയ്യർ മുന്നേ ഗുഡ്സ് എക്സാമിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് എക്സാമിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിരിക്കണം. ഗുഡ്സ് എക്സാമിൻ ചെയ്യാൻ ബയ്യറിന് സെല്ലറിനോട് റിക്വസ്റ്റ് ചെയ്യുകയും ആകാം. ഗുഡ്സ് ഇൻ കൺഫേമിറ്റി വിത്ത് ദ കോൺട്രാക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് നടത്തുന്നത്. ഇനി ബയ്യർ ഗുഡ്സ് എക്സാമിൻ ചെയ്യാൻ തനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ
ദെൻ സെല്ലർ വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ ഡെലിവറിയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന റൂൾസ് ആയിരുന്നു. ഇനി അടുത്തത് അക്സെപ്റ്റൻസ്. ഇത് ബയറിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കാര്യമാണ്. അപ്പോൾ അക്സെപ്റ്റൻസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 42-ലാണ്. എപ്പോഴാണ് ബയർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, സെല്ലറിനോട് ഇൻറ്റിമേറ്റ് ചെയ്യുവാണ് ഗുഡ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന്. ഓക്കെ, അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഒരു റീസണബിൾ ടൈം പീരീഡ് കഴിഞ്ഞിട്ടും ഗുഡ്സ് റിജക്റ്റ് ചെയ്തു എന്ന് പറയാതെ ബയർ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അതും ബയറിൻ്റെ അക്സെപ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ദെൻ തേർഡ് വൺ പറയുന്നത് സെല്ലറിൻ്റെ ഓണർഷിപ്പ് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ബയർ ഗുഡ്സ് കിട്ടിയ ഉടനെ റീസെല് ചെയ്യുകയോ അല്ലെങ്കിൽ പ്ലെഡ്ജ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ബയർ ഗുഡ്സ് അക്സെപ്റ്റ് ചെയ്തതായിട്ട് കാണും. ദെൻ ഈ അക്സെപ്റ്റൻസിൽ വരുന്ന വേറൊരു റൂളാണ് ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ റിജക്റ്റഡ് ഗുഡ്സ്. സെക്ഷൻ 43-ലാണ് പറയുന്നത്. ബയർ റിജക്റ്റ് ചെയ്ത ഗുഡ്സ് സെല്ലറിന് തിരിച്ചെത്തിക്കേണ്ട ചുമതല ബയറിനില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കണം. ഇനി നെക്സ്റ്റ് റൂളേഴ്സ്, ലയബിലിറ്റി ഓഫ് ബയർ ഫോർ നെഗ്ലക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ടു റിസീവ് ഗുഡ്സ്. സെക്ഷൻ 44-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ് ആൻഡ് ബയറിനോട് ഗുഡ്സ് എടുക്കാൻ റിക്വസ്റ്റ്യൻ ചെയ്തു. ബട്ട് ഒരു റീസണബിൾ പീരീഡ് കഴിഞ്ഞിട്ടും ബയർ ഗുഡ്സ് എടുക്കുന്നില്ലെങ്കിൽ ബയർ ഈസ് ലയബിൾ ഫോർ എനി ലോസ്. അതായത് ബയർ ഗുഡ്സിൻ്റെ ഡെലിവറി നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസ് ചെയ്യുമ്പോൾ സെല്ലറിന് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ബയർ ലയബിളാണ്. ആൻഡ് ഓൾസോ ലയബിൾ ഫോർ റീസണബിൾ ചാർജ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റിൽ വരുന്ന കാര്യങ്ങൾ.